ചേച്ചി പെണ്ണെ, touching and teasing me, telling me no, but this time I need to feel you right. I don't wanna know, ride it, just lose control. ചേച്ചി പെണ്ണെ, കിച്ചൂട്ടാ, ഒന്ന് വിളിച്ചു പറഞ്ഞാൽ എന്താടാ നിനക്ക് ഇന്ന് വരുന്നുണ്ടെന്ന്? വിളിച്ചു പറഞ്ഞിട്ട് വന്നാലേ ആ ഒരു ത്രില്ല് അങ്ങ് പോവില്ലേ, അതാ. എന്താടാ ഇത്, നീ ഒന്നും കഴിക്കുന്നില്ലേ? ഒരുപാട് ക്ഷീണിച്ചല്ലോ നീ. ആ പോരട്ടെ, എന്തേ ഇത് ചോദിക്കാത്തെന്ന് ഞാൻ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. ഒന്ന് പോടാ കളിയാക്കാതെ. അല്ല കിച്ചു, ഞാൻ ഇവിടെ ഉണ്ടാവുന്ന നീ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് മനസ്സിലാക്കിയത്? എന്റെ ചേച്ചി പെണ്ണിനെ എനിക്കറിയില്ലേ, എപ്പോ എവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അല്ല ചേച്ചി, അച്ഛനെവിടെ? ഞാൻ വന്നപ്പോ അവിടെ ഒന്നും കണ്ടില്ല. അപ്പുറത്തുണ്ടാവുമല്ലോ. ആ, ചിലപ്പോ നടക്കാൻ വല്ല ഇറങ്ങി കാണും. ഈ അച്ഛൻ ഈ വയ്യാത്ത ശരീരം വെച്ചോണ്ട് ഇവിടെ എങ്ങനെ ഇരുന്നാ പോരെ? ഞാൻ പറഞ്ഞതാടാ, കേക്കണ്ടേ? ദാ, നീ ചായ കുടിക്കേ. അല്ല ചേച്ചി പെണ്ണെ, കല്യാണ ഒരുക്കങ്ങളൊക്കെ എന്തായി? ഇനി അധികം ദിവസമൊന്നും ഇല്ലല്ലോ. അത് പറഞ്ഞപ്പോഴാ എന്റെ അളിയൻ കാണാൻ എങ്ങനെയാ? ഞാനാണ് ഇതുവരെ ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല. അതെങ്ങനെയാ? ഒരു ഫോട്ടോ ചോദിച്ചിട്ട് ചേച്ചി എനിക്ക് അയച്ചു തന്നോ? അല്ലെങ്കിൽ വേണ്ട, ചേച്ചിയുടെ ഫോൺ എന്തേ? ഞാൻ തന്നെ നോക്കാം. കിച്ചു, നീ ഇത്രയും ദൂരം യാത്ര കഴിഞ്ഞ് വന്നല്ലേ, പോയി കുളിക്ക് ചെല്ല്. കുളിക്കാം, അതിനൊക്കെ ഇനിയും സമയമുണ്ട്. അത് ഞാൻ എന്റെ അളിയന്റെ ഫോട്ടോ ഒന്ന് കാണട്ടെ, എങ്ങനെയുണ്ടെന്ന്. കാണാൻ മനുഷ്യക്കോലം പോലെ ഉണ്ട്, പക്ഷെ സ്വഭാവം ചേർത്താൻ്റെ മാത്രം. കിച്ചു, നീ എണീറ്റ് പോകുന്നുണ്ടോ? അല്ല ചേച്ചി, ഞാൻ ഈ ഫോട്ടോ... ദേ കിച്ചു, താവിയാ കയ്യിലിരിക്കണേ. ഇനി നീ പോയി കുളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിട്ട് ഞാൻ തലക്കിട്ടൊന്ന് തരും. പോടാ. അല്ലെങ്കിൽ തന്നെ ഈ കല്യാണം ഒന്ന് ഉറങ്ങി കിട്ടാൻ പ്രാർത്ഥിക്കുക. അപ്പോഴും അവൻ്റെ അളിയൻ്റെ രാവിലെ തന്നെ ഉള്ള സന്തോഷം കൂടെ പോയി. അകത്തുനിന്നുള്ള ബഹളം കേട്ടപ്പോ മനസ്സിലായി നീ എത്തിയിട്ടുണ്ടെന്ന്. അച്ഛൻ എന്തിനാ ഈ വയ്യാത്ത കാലം വെച്ചോണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കണേ? ഇവിടെ എവിടെയെങ്കിലും ഇരുന്നാ പോരെ? അതിന് മാത്രം എനിക്കൊന്നുമില്ലടാ. ഞാനന്ന് തുമ്മയാലോ ചമച്ചാലോ നിന്റെ ചേച്ചിക്ക് പേടിയാ. ഡാ, നിന്നെ ഞാൻ അവിടെ പറഞ്ഞിട്ടത് പോയി കുളിക്കാനല്ലേ, എന്നിട്ട് നീ ഇവിടെ വന്ന് നിൽക്കാണോ? ഓ, നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ ദേ പോയി. ഇതെന്തോ കഷ്ടം നോക്കണേ, സ്വന്തം വീട്ടിൽ പോലും ഒരു സ്വാതന്ത്ര്യം ഇല്ലാന്ന് വെച്ചാ. എന്താടാ ഇത്? എന്താണെന്ന് കണ്ടൂടെ? ഇതൊന്നും ഈ വീട്ടിൽ നടക്കില്ല. അവളെ എത്ര പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്കൂ. അവളെ എപ്പോ പറഞ്ഞിടണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അവളെ ഇവിടെ കൊണ്ടുവന്നത് ഞാനാ. എന്റെ ആവശ്യം കഴിഞ്ഞിട്ട് ഞാൻ അവളെ വിടുവോളൂ. മാനവ്, 2 ദിവസം കൂടെ കഴിഞ്ഞ എന്റെ കല്യാണമാണ്. ഇനിയെങ്കിലും നിനക്കൊന്നും നിർത്തിക്കൂടെ? എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത് എന്റെ ഇഷ്ടമാണ്. അതിലേക്ക് ആരുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. ഞാൻ നിന്നെ ഉപദേശിക്കാൻ വന്നതൊന്നുമല്ല. ഉപദേശിച്ചാലും നീ നന്നാവില്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ ഇവിടെ നിന്ന് എന്റെ സമയം പറയണം? ഒന്ന് പൊയ്ക്കൂടെ? നിന്നെ മോനെ പോലെ കണ്ട് സ്നേഹിക്കുന്ന ഒരാൾ ഈ വീട്ടിലുണ്ട്, നിന്റെ ഏട്ടത്തിയമ്മ. അവൾക്ക് നിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ അവളോടൊന്നും പറഞ്ഞിട്ടുമില്ല. അവൾ വന്ന് നിന്റെ ഈ രംഗങ്ങളൊക്കെ കണ്ട അവൾക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. പിന്നെ കീർത്തന, അതൊരു പാവം കൊച്ചാ. അതിന് ശാപം വാങ്ങി വെക്കരുത് നീ. ഞാൻ വിളിച്ചിട്ട് എന്താണ് നീ ഫോൺ എടുക്കാത്തെ? നിങ്ങൾ വിളിച്ചത് ഞാൻ കേട്ടില്ല, ഫോൺ സൈലന്റ് ആയിരുന്നു. കേട്ടില്ല? 1 2 തവണയല്ല ഞാൻ നിന്നെ വിളിച്ചത്, ഇങ്ങനെ കേൾക്കാതിരിക്കാൻ മാത്രം. ശരി, അത് വിട്ടേക്ക്. വാ.
കാറി കയറി, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. വാ. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ ഇവിടെ വെച്ച് പറഞ്ഞാൽ മതി. ടീ പുല്ലേ, വല്ലാണ്ട് കിടന്നങ്ങ് നേളിക്കല്ലേ. ഇടിച്ചു കയറി നിന്റെ വീട്ടിലോട്ട് വരാൻ അറിഞ്ഞൂടത്തോണ്ടല്ല. നാളെ ഒരു ദിവസം കൂടെ കഴിഞ്ഞാ നീ എന്റെ കയ്യിലാ. അവിടെ എന്റെ വീട്ടില്, എന്റെ ബെഡ്റൂമില്. അത് നീ മറക്കണ്ട. കീർത്തി, അത് ശരി, നല്ല ആളെ ഞാൻ പൂജാ സാധനങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടത്. അവിടെ പൂജയ്ക്ക് സമയമായി, നീ വന്നേ, വാ. ആ സമയത്ത് നീ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇന്ന് നീ രക്ഷപ്പെട്ടു. ഇത് കഴിഞ്ഞാ നീ എന്താ ചെയ്യാ? നീ തനിച്ചല്ലേ അവിടെ? അവിടെ നിന്നെ ആരാ രക്ഷിക്കുക? ഇനി വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. ഏതായാലും ഇനി ഇവിടെ നിൽക്കണ്ട, വാ നമുക്ക് വീട്ടിലേക്ക് പോവാം. ചേച്ചി, എന്താ ചേച്ചി ഇവിടെ വന്നിരിക്കണേ? എന്തെങ്കിലും ഭയമൊക്കെ ഉണ്ടോ? ഏയ്, എനിക്കൊന്നുമില്ലടാ. അതൊക്കെ നല്ല ആൾക്കാരും ബഹളമൊക്കെ അല്ലേ, അതാ ഞാൻ ഇവിടെ വന്നിരുന്നത്. കിച്ചു, ഇങ്ങ് വാ, എൻ്റെ അടുത്ത് വന്നിരിക്കേ. എന്താടാ പറ്റിയേ? ഏയ്, ഒന്നുമില്ല. കിച്ചു, ദേ എന്നെ നോക്ക്. ഒന്നുമില്ലാത്തോണ്ടാണോ നിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കണേ? എന്താടാ, എന്താ പറ്റിയേ? നാളെ എന്നെ അച്ഛനെ വിട്ട് ചേച്ചി പോവാണല്ലേ? അടുത്ത അവധിക്ക് ഞാനിവിടെ വരുമ്പോ ആരെയാ ചേച്ചി പെണ്ണെന്ന് വിളിക്കണ്ടേ? ആ വിളിയൊക്കെ ചേച്ചി ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഞാൻ ആരോടെ തല്ലുണ്ടാക്കുക, വഴക്കൂടുക. ഇനി എന്റെ ചേച്ചി ഒന്ന് കാണണമെങ്കിൽ ഞാൻ അവിടെ വരണ്ടേ? എന്നാലല്ലേ എനിക്ക് കാണാൻ കഴിയൂ. അയ്യേ, എന്റെ കിച്ചു ഇത്രേ ഉള്ളൂ. എനിക്കൂടെ ധൈര്യം തരേണ്ട ആളല്ലേ നീ? ചേച്ചി, ഞാൻ കുറച്ച് സമയം ചേച്ചിയുടെ മടിയിൽ തല വെച്ച് കിടന്നോട്ടെ. ഇനി എനിക്കിങ്ങനെ പറ്റിയൊന്നും വരില്ലല്ലോ. വാ, എല്ലാവരോടും എല്ലാം തുറന്നു പറഞ്ഞാലോ? വേണ്ട, അച്ഛനതൊന്നും സഹിക്കാൻ പറ്റില്ല. പിന്നെ കിച്ചു, അവനിതെങ്ങനെ എടുക്കുമെന്നും പറയാൻ പറ്റില്ല. ചേച്ചി, ചേച്ചി എപ്പോഴെങ്കിലും അമ്മയെ മിസ് ചെയ്യാറുണ്ടോ? തോന്നിയിട്ടുണ്ട്, അമ്മ അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന്. എന്താ ഇപ്പൊ എങ്ങനെ ചോദിച്ചേ? നിനക്ക് അങ്ങനെ തോന്നിയിട്ടില്ല? ഇല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ലേ? അതെന്താ അങ്ങനെ? ചേച്ചി അമ്മയുടെ തനി പകർപ്പ. അമ്മയുടെ അതേ രൂപം, അമ്മയുടെ അതേ മണം, അമ്മയുടെ രീതികൾ, ഇതൊക്കെ കൊണ്ടാവാം. ചേച്ചി ചിലപ്പോഴൊക്കെ അമ്മയുടെ സാരി ഉടുക്കാറില്ലേ? അപ്പൊ തോന്നിപ്പോവാറുണ്ട് അമ്മ തന്നെയാണോ ഇതൊന്ന്.